പഞ്ചാഗ്നിയിൽ വീണ്ടും അമൃത ഒരു വൻ അപകടത്തിലേക്ക്, വൻ ചതിയിലേക്ക്, നമ്മുടെ കാലാവധി ഒരുക്കിയ ഒരു ചതിയിലേക്ക് ഇങ്ങനെ വീണു പോകുന്ന പതിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകരെ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ അമൃത ഇത്രയ്ക്കും മണ്ടത്തിയാണോ പൊട്ടത്തിയാണോ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരു നിമിഷങ്ങൾ കേട്ടോ. അതിന് പിന്നാലെ ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ അഭിമന്യു കാണുന്നുണ്ട് നമ്മുടെ അമൃത നമ്മുടെ മഹേന്ദ്രനെ താങ്ങി ആ ഹോസ്പിറ്റലിൽ മൊത്തം നടക്കുന്നത്. അപ്പൊ അഭിമന്യു കണ്ടപാടെ നേരിട്ടൊന്നും ചോദിക്കുന്നില്ല. പിന്നീട് വീട്ടിൽ ചെന്നതിന് ശേഷം ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് അമൃത എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അമൃത പറയുന്നുണ്ട് കളക്ടറേറ്റിലാണെന്ന്. അപ്പൊ നമ്മുടെ അഭിമന്യു പറയുന്നുണ്ട് അവിടെ ആവക ജോലിക്കുന്നതിലും നല്ലത് കളക്ടറിന്റെ ഭാര്യയാകുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഭിമന്യു ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ ആ പറഞ്ഞത് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അഭിമന്യു കാര്യമൊക്കെ അറിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മുടെ കലാവധിക്കൊപ്പം നമ്മുടെ അമൃത മഹേന്ദ്രന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ കലാവധി ആണെങ്കിൽ അവരൊരു ജ്യൂസൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ മയക്കുമരുന്നൊക്കെ വെച്ചിട്ടുണ്ട്, മയക്കുമരുന്ന് ഇട്ടിട്ടുണ്ട് അമൃത മയങ്ങി പോകാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് നമ്മുടെ മഹേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാനിന്ന് പുറത്തു പോകുക, ഈ ഒരു ജ്യൂസ് അവളെ കൊണ്ട് കുടിപ്പിക്കുക, അവൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും അവളെ നീ സ്വന്തമാക്കിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നൊരു നിമിഷം കേട്ടോ. അതിനുശേഷം കലാവധി പോകുന്നുണ്ട്. മഹേന്ദ്രൻ നമ്മുടെ അമൃതയോട് ആ ഒരു ജ്യൂസ് എടുത്ത് കുടിക്കാൻ പറയുന്നുണ്ട്. അമൃത ആ ഒരു ജ്യൂസ് എടുത്ത് കുടിക്കാൻ പോകുന്നുമുണ്ട്. പ്രേക്ഷകരെ ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? വേണമെങ്കിൽ അഭിമന്യു വന്ന് നമ്മുടെ അമൃതയെ രക്ഷപ്പെടുത്തുമായിരിക്കും. അങ്ങനെ ഒരു സാധ്യതയും ഇല്ലാതില്ല. ഇനി നമ്മുടെ അഭിമന്യും അമൃതയും എന്താ പറയാ ഒരു സംശയ നിഴലിൽ വേർപിരിയുന്ന നിമിഷങ്ങളുമായിരിക്കാം ചിലപ്പോൾ നമ്മുടെ പഞ്ചാഗ്നിയിൽ ഇനി കാണുവാൻ പോകുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.